ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 3 ചേരുവകൾ ഉപയോഗിച്ചുണ്ടാക്കിയെടുത്ത ഒരു ചിക്കന്റെ റെസിപ്പിയാണിത്. സാധാരണ ചിക്കനിൽ ഉപയോഗിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി അതുപോലെ മസാലപ്പൊടികൾ ഒന്നും ഉപയോഗിക്കാതെയാണ് ഈ ചിക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ വ്യത്യസ്ത രുചിയുള്ള ഒരു ചിക്കന്റെ റെസിപ്പിയാണിത്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മിറാക്കിൾ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കനിലേക്കുള്ള ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ഇത് ചതച്ചെടുത്തപ്പോൾ 1/4 കപ്പുണ്ട്. ഇനി ഇത് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ എത്രയും കൂടുതൽ ചേർക്കുന്നുവോ അത്രയും ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ഡിഷിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാരി വിതറിയിട്ടോളൂ, ഒരു പ്രശ്നവും ഇല്ല. നമ്മുടെ ഡിഷിന്റെ ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. ഇനി ഈ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള മുളകാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 10 ഉണക്കമുളക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതലാണ് വേണ്ടത് എങ്കിൽ ഈ മുളകിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മുളക് ഈ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് ഇതിൽ നിന്നുള്ള കളറൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളെടുക്കുന്ന മുളകിന് കളർ കുറവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല, ഇതിന് അത്യാവശ്യം കളറുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ നന്നായി മൂത്ത് കളറൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കനാണ് ചേർക്കുന്നത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ചിക്കനാണ്. ഇനി ഇത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഞാൻ ഈ ചിക്കന് വേവിച്ചെടുക്കുന്നത്. ചിക്കൻ വെന്ത് വരുമ്പോൾ ഇതിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്നാണ് ചിക്കന് വേവുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കുറഞ്ഞ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇതപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ചിക്കൻ ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് കുറഞ്ഞ തീയിൽ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ മുകളിലോട്ട് തെളിഞ്ഞ് വന്ന് ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇത് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി എടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മുടെ ചിക്കന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ മസാലപ്പൊടികൾ അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഒക്കെ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിക്കൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് അറിയിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് കറിവേപ്പിലയാണ്. അത് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ള അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള പുത്തൻ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്